was born to fly and spread these wings and find my own. I am coming home. Today will be the day it all will change. Nothing, no one's in my way. Today will be the day. I was made to dream that anything can be my own. I have found my home. Today will be the day it all will change. Nothing, no one's in my way. Today will be the day. നിന്റെ ഗീതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. നിന്റെ ഗീതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. യാക്കോബിന്റെ ദൈവം നാമം നിന്നെ ഉയർത്തുമാറാകട്ടെ. അവൻ വിശുദ്ധ മന്ദിരത്തിൽ നിനക്ക് സഹായമയക്കുമാറാകട്ടെ. സിയോനിൽ നിന്ന് നിന്നെ താങ്ങുമാറാകട്ടെ. നിന്റെ വഴിപാടുകളൊക്കെയും അവൻ ഓർക്കട്ടെ. നിന്റെ ഹോമയാഗം കൈക്കൊള്ളുമാറാകട്ടെ. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ. നിന്റെ താല്പര്യമൊക്കെയും നിവർത്തിക്കട്ടെ. ഞങ്ങൾ നിന്റെ ജയത്തിൽ ഘോഷിച്ച് ഉല്ലസിക്കും. ഞങ്ങളുടെ ദൈവത്തിന്റെ നാമത്തിൽ കൊടി ഉയർത്തും. ഹോവാ നിന്റെ അപേക്ഷകളൊക്കെയും നിവർത്തിക്കുമാറാകട്ടെ. ഹോവാ നിന്റെ വിശുദ്ധനെ രക്ഷിക്കുന്നുവെന്ന് ഞാനിപ്പോൾ അറിയുന്നു. അവൻ തന്റെ വിശുദ്ധ സുഖത്തിൽ നിന്ന് തന്റെ വലങ്ങയുടെ ശാകരമായ പ്രവൃത്തികളാൽ അവന് മുദ്രമരുളും. ചിലർ രഥങ്ങളിലും തുഴകുതിരകളിലും ആശ്രയിക്കുന്നു. ഞങ്ങൾ ഓജനതയുമായ ഹോവയുടെ നാമത്തെ കീർത്തിക്കും. അവർ കുനിഞ്ഞ വീണുപോയി, എന്നാൽ ഞങ്ങൾ എഴുന്നേറ്റ നിവർന്ന് നിൽക്കുന്നു. ഹോവേ രാജാവ് രക്ഷിക്കണമേ. ഞങ്ങൾ അപേക്ഷിക്കുമ്പോൾ ഉത്തരവരുളേണമേ. ഹല്ലേലൂയ. ഇന്ന് രാവിലെ ഈ സമയം നമുക്ക് അല്പസമയം ഈ സ്തോത്രം ദൈവത്തോട് നമുക്ക് നന്ദി എന്ന് പറയാം. ഈ ദൈവം നമ്മുടെ ദൈവമാണ്. അഭിമാനത്തോടെ നമുക്ക് ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ. ഇത്രത്തോളം നമ്മെ സഹായിച്ച ദൈവം, പ്രിയ പൈതലിന്റെ ജനനം മുതൽ അവരുടെ വളർച്ചയുടെ ഘട്ടങ്ങളിൽ ദൈവങ്ങളെ കരുതിയതുകൊണ്ട്, ദൈവങ്ങളെ ഇത്രത്തോളം മാനിച്ചതുകൊണ്ട് നമ്മുടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. നല്ല വിദ്യാഭ്യാസം നൽകി, ദൈവത്തിന്റെ കൃപ നൽകി, കർത്താവിന്റെ കൃപയാല് രക്ഷയും വീണ്ടെടുപ്പും കർത്താവിൽ കൂടെ ലഭിച്ചു. അവിടെ കൊച്ചുപ്രായത്തിൽ ദൈവത്തെ അറിയാൻ ഭാഗ്യമുണ്ടായി. അവളായിരുന്ന തുറകളിലും മേഖലകളിലും ദൈവത്തിന്റെ സാക്ഷിയാകാൻ ദൈവത്തെ സഹായിച്ചു. സ്തോത്രം പ്രാർത്ഥിച്ചു, ദൈവസഭ പ്രാർത്ഥിച്ചു, രക്തബന്ധങ്ങൾ പ്രാർത്ഥിച്ചു, സഹോദരന്മാർ പ്രാർത്ഥിച്ചു. അങ്ങനെ ദൈവങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ നല്ല ഭാവി ക്രമീകരണങ്ങൾക്കായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. ഇന്ന് കുഞ്ഞിന്റെ വാദ സ്തോത്രം നടക്കുന്ന അതേ സമയത്ത് അവളെ ദൈവത്തിന്റെ കൃപയാൽ നിറയ്ക്കേണ്ടതിന് ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പൈതലിന് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന പൈതലിന് വേണ്ടി സ്തോത്രം ചെയ്യാം. ആ കുടുംബത്തിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം യാത്രകൾ പ്രത്യേകിച്ച് ദൈവത്തിന്റെ സംരക്ഷണം ഉണ്ടാകണം. അവിടെ നടക്കുന്ന വിശുദ്ധ ശുശ്രൂഷയിൽ ദൈവത്തിന്റെ വലിയ സാന്നിധ്യം അവിടെ നമുക്ക് അനുഭവിക്കാൻ കഴിയണം. അങ്ങനെ എല്ലാം കൊണ്ട് ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുത്ത ഒരു അനുഗ്രഹീത ശുശ്രൂഷ ഇന്ന് പകലുണ്ടാകാൻ നമുക്ക് ഒരുമിച്ച് സ്തോത്രം പറയാം.
പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥനായ പ്രിയ കർത്താവേ, അങ്ങയുടെ പ്രിയപുത്രനും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾക്ക് ഇന്ന് പകലിൽ അവിടുത്തെ സ്ഥിതിയിൽ വരാൻ ഭാഗ്യമുണ്ടായല്ലോ. കർത്താവേ, നീ തലമുറയായി ഞങ്ങളുടെ സങ്കേതമാകുന്നു. നീ ഇന്നലെയും ഇന്നും എന്തേക്കും അനന്യനാകുന്നു. കർത്താവേ, നിന്നെ പിൻപറ്റാൻ, നിന്നെ സ്നേഹിപ്പാൻ ദൈവത്തിന് സ്തോത്രം. പ്രിയ കുഞ്ഞുങ്ങളുടെയൊക്കെയും ഭാവിയെ അങ്ങ് അനുഗ്രഹിച്ചതുകൊണ്ട് സ്തോത്രം. കർത്താവായ ദൈവമേ, ഹല്ലേലൂയ. വാത്സല്യമോൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നമ്മുടെ ജീവിതത്തിന്റെ ജനനം മുതൽ ഈ സമയം വരെ എന്റെ കർത്താവ് കൂടെ ഇരുന്നു. അവിടെ വളർച്ചയുടെ ഘട്ടങ്ങളിൽ എന്റെ കർത്താവ് കൂടെ ഇരുന്നു. ഏറ്റവും നല്ല വിദ്യാഭ്യാസം, ഏറ്റവും നല്ല കർത്താവെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ പകർന്നല്ലോ. കൊടുത്ത സൗന്ദര്യത്തിന്റെ കഴിവുകൾക്ക്, മികവുകൾക്ക്, എല്ലാ താലന്തുകൾക്കുമായി സ്തോത്രം. കർത്താവേ, പ്രിയ പിതാവേ, അങ്ങേ രക്ഷകനായി സ്വീകരിച്ചുകൊണ്ട് പ്രായത്തിൽ ദൈവത്തെ ആരാധിപ്പാൻ നീ അവളെ വേർതിരിച്ച ദൈവമകയാൽ സ്തോത്രം. കർത്താവേ, അവിടുത്തെ പദ്ധതിയാൽ അവൾക്കായി ഒരുക്കപ്പെട്ട വരന് വേണ്ടി സ്തോത്രം. ഇന്ന് പകൽക്കാലം നടക്കുന്ന വിവാഹ ശുശ്രൂഷയ്ക്കായി സ്തോത്രം. യാത്രയിൽ നിന്ന് സാന്നിധ്യമിരിക്കണമേ, അനർത്ഥങ്ങൾ അപകടങ്ങൾ നീക്കണമേ. സമാധാനത്തോടെ ചെന്ന് ആ വിവാഹ വേദിയിൽ പ്രിയ പൈതൽ നിന്ന്, കർത്താവേ, പ്രിയ സാരം കുടുംബവും നിന്ന് പ്രത്യേകിച്ച് ദൈവമക്കൾ ഒന്നിച്ച് സ്തുതിപ്പാൻ കൃപ ചെയ്യണമേ. ആ വിവാഹ ശുശ്രൂഷയെ അങ്ങ് ആശീർവദിക്കണമേ. ആ കർത്താവിന്റെ ദാസന്മാരെ കൊണ്ടുവരണമേ. സാഹചര്യങ്ങളെ അനുകൂലമാക്കണമേ. വരനെയും വരന്റെ ഭവനത്തെയും അനുഗ്രഹിക്കണമേ. പ്രിയ കുഞ്ഞിനെയും ഈ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ. ഇന്ന് പകൽ വന്നിരിക്കുന്ന എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ. എന്റെ കർത്താവിന്റെ നാമം ചൊല്ലി ഞാൻ പൈതലിനെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അനുഗ്രഹിക്കുന്നു. അനുഗ്രഹമായി തീരട്ടെ. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ ചെയ്തതുകൊണ്ട് സ്തോത്രം, സ്തോത്രം ഞങ്ങൾ പുറപ്പെടുകയാണ്. നീ കൂടെ ഇരിക്കും. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കേൾക്കണമേ സ്വർഗ്ഗസ്ഥനായ പിതാവേ. നമ്മുടെ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവാം ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സമത്വവും സഹവാസവും കൂട്ടായ്മയും കാവലും സൂക്ഷിപ്പും തുടർന്ന് നടക്കുന്ന യാത്രയിലും വാന ശുശ്രൂഷയിലും കർത്താവിന്റെ വരവരെയും എപ്പോഴും എന്നാളും ഇരിക്കുമാറാകട്ടെ. ഇന്ന് ജയം നൽകിയ ദൈവത്തിന് സ്തോത്രം പറയാം. ദൈവം മനുഷ്യനേകനായിരിക്കും നന്നല്ല എന്ന് കണ്ട് തക്കതുണ ഉണ്ടാക്കി കൊടുക്കുമെന്ന് പറഞ്ഞ ദൈവം കർത്താവെ പ്രിയ ജസ്സിന് വേണ്ടി ദൈവത്തിൻ്റെ കരം പ്രവർത്തിച്ചതിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അവൻ്റെ വളർച്ചയിലും അവൻ്റെ ജനനത്തിലും വളർച്ചയിലും
ജോലിയിലും വിദ്യാഭ്യാസം എല്ലാം കർത്താവ് കൂടെ ഇരുന്ന് നിന്റെ സമയമായപ്പോൾ കുടുംബത്തിലുള്ള വഴികളെ ദൈവം ഒരുക്കി. കർത്താവേ, ഇന്ന് പലകാലം അവൻ്റെ വിവാഹം നടക്കുന്ന ഈ സമയത്ത് അവന് വേണ്ടി നിശ്ചയിക്കപ്പെട്ട പെൺകുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. താവ് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. ഇന്ന് ഉടമ്പടി കുടുംബ ദൈവത്തിൽ പ്രവേശിക്കുന്ന സമയം മുതൽ ദൈവത്തിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങൾ അവരുടെ മേൽ ഇവിടുന്ന് പകരുമാറകടന്നു പ്രാർത്ഥിക്കുന്നു. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബം നയിപ്പാൻ ദൈവരെ പ്രാപ്തരാക്കുമാറകടന്നു പ്രാർത്ഥിക്കുന്നു. കാണുന്ന എല്ലാ ദൈവമക്കൾക്കായി സ്തോത്രം, ദൈവദാസന്മാർക്കായി സ്തോത്രം. വരെയുള്ളവർ എത്രയുമേ കൂട്ടി വരുത്തും മറകണ്ടു പ്രാർത്ഥിക്കുന്നു. കർത്താവേ സ്തോത്രം. പ്രിയ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കന്മാർ, അവരുടെ കുടുംബങ്ങൾ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും സഹായിക്കണമേ. ഇന്ന് പല കാലം ദൈവനാമ മഹത്വത്തിന് ഒരു പകൽക്കാലമായി മാറുവാൻ സ്വർഗമിടിയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ടൊന്നും ദൈവാത്മാവിനെ നടത്തിപ്പുണ്ടാകണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. എൻ്റെ ഹൃദയം ശുഭവചനത്താൽ കവിയും എൻ്റെ കൃതി രാജാവിന് വേണ്ടിയുള്ളത് എന്ന് ഞാൻ പറയുന്നു. എൻ്റെ നാവ് സമർത്ഥകനായ ലേഖകന്റെ എഴുത്തുകോലാകുന്നു. നീ മനുഷ്യപുത്രന്മാരിൽ അതിസുന്ദരൻ, ലാവണ്യം നിന്റെ അധരങ്ങളിന്മേൽ പകർന്നിരിക്കുന്നു. അതുകൊണ്ട് ദൈവം നിന്നെ എന്നേക്കും അനുഗ്രഹിച്ചിരിക്കുന്നു. വീരനായുള്ളവേ, നിന്റെ വാളരയ്ക്കു കെട്ടുക. നിന്റെ തേജസ്സും മഹിമയും തന്നെ സത്യവും സൗമ്യതയും നിന്നെ നിത്യതയും പരിപാലിക്കേണ്ടതിന് നീ മഹിമയോട് കൃതാർത്ഥനായി വാഹനമേറി എഴുന്നള്ളുക. നിന്റെ വലം കൈ ഭയങ്കര കാര്യങ്ങളാൽ നിനക്ക് ഉപദേശിച്ചു തരുമാറാകട്ടെ. നിന്റെ അസ്ത്രങ്ങൾ മൂർച്ചയുള്ളവയാകുന്നു. ജാതികൾ നിന്റെ കീഴിൽ വീഴുന്നു. രാജാവിന്റെ ശത്രുക്കളുടെ നെഞ്ചത്ത് പതറയ്ക്കുന്നു. ദൈവമേ, നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളതാകുന്നു. നിന്റെ രാജ്യത്വത്തിന്റെ ചെങ്കോൽ നീതിയുള്ള ചെങ്കോലാകുന്നു. നീ നീതിയെ ഇഷ്ടപ്പെട്ട് ദുഷ്ടതയെ ദ്വേഷിക്കുന്നു. അതുകൊണ്ട് നിന്റെ ദൈവം തന്നെ നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദതൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. നിന്റെ വസ്ത്രമെല്ലാം മൂറും ചന്ദനവും ലവംഗവും കൊണ്ട് സുഗന്ധമായിരിക്കുന്നു. ദന്തമന്ദിരങ്ങളിൽ നിന്ന് കമ്പിനാഥൻ നിന്നെ സന്തോഷിപ്പിക്കുന്നു. നിന്റെ സ്ത്രീ രത്നങ്ങളുടെ കൂട്ടത്തിൽ രാജകുമാരികളുണ്ട്. നിന്റെ വലത്തുഭാഗത്ത് രാജ്ഞിയോ ഭീർത്തങ്കമണിഞ്ഞു നിൽക്കുന്നു. അല്ലയോ കുമാരി, കേൾക്കാൻ നോക്കുക, ചെവി ചായ്ക്ക. സ്വജനത്തെയും നിന്റെ പിതൃഭവനത്തെയും മറക്കാം.
അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും. അവൻ നിന്റെ നാഥനല്ലോ, നീ അവനെ നമസ്കരിച്ചു കൊള്ളുക. സോർ നിവാസികൾ ജനത്തിലെ ധനവാന്മാർ തന്നെ കാഴ്ചവെച്ച് നിന്റെ മുഖപ്രസാദം തേടും. അന്തപുരത്തിലെ രാജകുമാരി ശോഭ പരിപൂർണയാകുന്നവളുടെ വസ്ത്രം പൊൻകസവ് കൊണ്ടുള്ളത്. അവളെ ചിത്രത്തയ്യലുള്ള വസ്ത്രം ധരിപ്പിച്ച് രാജസന്നിധിയിൽ കൊണ്ടുവരും. ഞാൻ നിന്റെ നാമത്തെ എല്ലാ തലമുറകളിലും ഓർക്കുമാറാക്കും. അതുകൊണ്ട് ജാതികൾ എന്നും എന്നേക്കും നിനക്ക് സ്തോത്രം ചെയ്യും. പിതാവായ ദൈവത്താൽ സ്ഥാപിതമായതും പുത്രനായ യേശുക്രിസ്തുവിനാൽ അലങ്കരിക്കപ്പെട്ടതും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം കൊണ്ട് ആലോചന കൊണ്ട് കൂടി വന്നിരിക്കുന്നതുമായ ഈ മനോഹര സന്ദർഭത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ നടുവിൽ വ്യാപരിക്കുന്നു. ഈ ശുശ്രൂഷകൾ തുടർന്ന് ഏറ്റവും അനുഗ്രഹമായിട്ട് തീരേണ്ടതിന് നാം പ്രാർത്ഥിക്കുവാൻ പോകുകയാണ്. ദൈവമേ, സ്തോത്രം സ്തോത്രം സ്തോത്രം. ഞങ്ങളുടെ ദിവാത്സല്യമായ കർത്താവും ദൈവമായ സ്വർഗീയ പിതാവേ, ഈ രാവിലെ സമയം അങ്ങയുടെ പാദപടത്തിലേക്ക് പ്രത്യേകം ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത ജേസനേറയുടെയും കർത്താവെ വിവാഹം എന്ന ദൈവകത്താൽ നടപ്പാൻ ഞങ്ങൾ കടന്നു വരുന്ന കർത്താവെ, അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ നിലവിലുണ്ടായിരിക്കും. മറുപടിയും പ്രാർത്ഥിക്കുന്ന കർത്താവെ, പ്രതികാൽ 2 ഭവനത്തിൽ നിന്നും കർത്താവെ യാത്ര തിരിച്ച സമാധാനത്തോടെ സന്തോഷത്തോടെ ഓഡിറ്റോറിയത്തിൽ തിരിച്ചു വന്നു ചെയ്യുവാൻ ഞങ്ങളെ സഹായിച്ച കൃപയ്ക്കായി ഞങ്ങൾ നന്ദിയോടെ കർത്താവ് പ്രതികാല കർത്താവെ, ഇതിന് അധ്യക്ഷം അനുഗ്രഹിക്കുന്ന കർത്താസിനെ കരളപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആവശ്യമായ കൃപയാനും ശക്തിയാനും നിരക്കും മറുപടിയും പ്രാർത്ഥിക്കുന്ന കർത്താവെ, പ്രതികാല കർത്താവെ, വിവാഹം നടത്തുന്ന കർത്താസിനെ കരളപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആവശ്യമായ ദൈവകൃപയാൻ നിരക്കും മറുപടിയും പ്രാർത്ഥിക്കുന്നു. കടന്നു എല്ലാ ജനത്തെയും ഒരുപോലെ അങ്ങനെ കരളപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അനുഗ്രഹിക്കും മറുപടിയും പ്രാർത്ഥിക്കുന്നു. എല്ലാം ആലോചന പറഞ്ഞു കർത്താവെ അങ്ങ് ദൃഷ്ടി വെച്ച് ഞങ്ങൾക്ക് ആലോചന പറഞ്ഞു മറുപടിയും പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഈ വിവാഹം ഏറ്റവും മംഗളമാക്കി തീർക്കും മറുപടിയും പ്രാർത്ഥിക്കുന്നു. പിതാവ് ചെയ്യുന്ന കൃപയ്ക്കായി ഞങ്ങൾ നന്ദിയോട് സ്തുതിക്കുന്നു. സർവ്വ പ്രാർത്ഥനകളും യാചനകളും കേട്ടിരിക്കുക എല്ലാം പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ ആമേൻ. കർത്താവിന് സ്തോത്രം സ്തോത്രം സ്തോത്രം. നിത്യനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ നല്ല രാവിലെ സമയത്തിനായി നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. കഴിഞ്ഞ നാളിൽ ദൈവസന്നിധിയിൽ ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചു തീരുമാനിച്ച പ്രകാരം ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിശുദ്ധ വിവാഹത്തോടുള്ള ബന്ധത്തിൽ ഈ ഓഡിറ്റോറിയത്തിൽ കടന്നു വരുവാൻ ഞങ്ങളെ കർത്താവ് അവിടുന്ന് സഹായിച്ചു. ഞങ്ങളുടെ യാത്രയിൽ കൂടിരുന്ന സൗഖ്യത്തോടെ എല്ലാവരെയും കൂട്ടിക്കൊണ്ടുവന്ന ദൈവകൃപയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. തുടർന്ന് ഇവിടെ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളിലും അങ്ങയുടെ സാന്നിധ്യം കൃപയുണ്ടായിരുന്ന് കർത്താവിനാൽ ഞങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവമായ കർത്താവ് സഹായിക്കുകയും പ്രിയ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹവും സന്തോഷവുമാക്കി ഇന്നത്തെ ദിവസത്തെ ശുശ്രൂഷകളെ അവിടുന്ന് തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളിലും ദൈവ സാന്നിധ്യം ഉണ്ടായിരുന്ന് കർത്താവ് അവിടുന്ന് അനുഗ്രഹിക്കണമേ. വചനം ശുശ്രൂഷിക്കുന്ന കർത്തൃദാസന്മാർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളുടെ വിവാഹം അനുഗ്രഹിച്ച് ആശീർവദിക്കുന്ന ഞങ്ങളുടെ കർത്താവിൻ്റെ ദാസനായും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ അഭിഷേകത്താലും നിറവിലാലും വചന ശുശ്രൂഷയും വിവാഹ ശുശ്രൂഷയും എല്ലാം നടക്കാൻ അങ്ങയുടെ സാന്നിധ്യം ഇവിടെ ഇറങ്ങി വന്ന് ഞങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിക്കണമേ. കടന്നു വന്ന കർത്തൃദാസന്മാർ, ദൈവജനങ്ങൾ, ഇരു കുടുംബങ്ങളിൽ നിന്നും കടന്നു വന്ന സ്വന്തം ബന്ധുക്കൾ, പ്രിയപ്പെട്ടവർ എല്ലാവരെയും ഞങ്ങൾ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇന്ന് പകൽ ഇവിടെ നടക്കുന്ന വിശുദ്ധ വിവാഹത്താൽ ചില ജീവിതങ്ങൾ കർത്താവായ യേശുവിൽ ആയിത്തീരാൻ കർത്താവ് ഇടയാക്കണം. ഞങ്ങൾ എന്ത് ചെയ്താലും ദൈവനാമ മഹത്വത്തിനായി തീരുവാൻ കർത്താവ് ഇടയാക്കി എല്ലാം തിരുനാമ മഹത്വത്തിനാക്കി തീർക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു കർത്താവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. പിതാവേ, കൃപ തോന്നി കേട്ട് ഉത്തരമരുളേണമേ. ആമേൻ. ഇന്നത്തെ പ്രധാന അതിഥികളായിരിക്കുന്ന അല്ലെങ്കിൽ പ്രധാനപ്പെട്ടവരായിരിക്കുന്ന നിയുക്ത വരനായിരിക്കുന്ന ജസൻ തോമസ് വർഗീസ് ഓർത്ത ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ നിയുക്ത വധുവായിരിക്കുന്ന റൈമ റോയ്ക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവരുടെ മാതാപിതാക്കന്മാർ, ഇരുവരുടെയും മാതാപിതാക്കന്മാരെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവത്താൽ സ്ഥാപിതമായിട്ടുള്ള ഒരു മഹനീയ കർമ്മത്തിലേക്കാണല്ലോ ഇന്ന് ഈ പകൽ നാം ഇവിടെ കൂടി വന്നിരിക്കുന്നത്.
ആമേൻ. സ്തോത്രം. വിവാഹം എല്ലാവർക്കും മാന്യമാണ്. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട കുടുംബങ്ങളിൽ പിറന്ന് ആമേൻ ദൈവം അവർക്ക് നൽകിയതായ നിലയിൽ ദൈവകൃപയിൽ ജീവിച്ച് കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് അവർക്ക് തക്കതായ ജോലികളൊക്കെ ലഭിച്ച് ഇരു സ്ഥലങ്ങളിലൊക്കെയായി ഇതുവരെ പാർത്തുകൊണ്ടിരുന്ന ഈ പ്രിയ മക്കൾക്ക് ദൈവത്താൽ ആമേൻ ദൈവത്തിൻ്റെ സമയത്ത് അനുഗ്രഹിക്കപ്പെട്ടതായ നിലയിൽ ഇരു കുടുംബങ്ങൾ തമ്മിലുള്ള ആലോചനകൾ വന്ന് അത് കഴിഞ്ഞ 12-ാം തീയതി എൻഗേജ്മെന്റ് ശുശ്രൂഷയിലൂടെ ഉറപ്പിച്ച് ഇന്നത്തെ ദിവസത്തിൽ ഈ പ്രിയ കുഞ്ഞുങ്ങളുടെ വിവാഹം നടത്തേണ്ടതിനായി നാം എല്ലാവരും ഇവിടെ വന്ന് ചേർന്നിരിക്കുകയാണ്. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്നാണല്ലോ കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ കാണുന്നത്. ഏകനായിട്ട് ആയിരുന്ന പ്രിയപ്പെട്ട ജസൻ, ഏകയായിരുന്നതായ പ്രിയ റൈമ, ഈ പ്രിയ കുഞ്ഞുങ്ങൾക്ക് ദൈവത്തിൻ്റെ സമയമായപ്പോൾ അവരെ ഒരുമിച്ച് ചേർക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് ഒരുക്കിക്കൊണ്ടുവന്ന എല്ലാ വിധങ്ങൾക്കായും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ജസനെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പെരുമ്പട്ടി സഭയിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട കുടുംബങ്ങളൊന്നായ കൊയ്റത്ത് ഫാമിലിയിൽ പ്രിയമകൻ ആയിരിക്കുന്നു എന്നുള്ളത് അഭിമാനത്തോടുകൂടെ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. ആമേൻ. സ്തോത്രം. പ്രിയപ്പെട്ട ജസന് ഉന്നതമായ വിദ്യാഭ്യാസം ദൈവം നൽകി. ഒരു ബിടെക് ആമേൻ ഇന്ത്യയിൽ എടുക്കുവാൻ, അതിനുശേഷം പ്രിയമകന് കാനഡയിൽ പോയി പഠിക്കുവാൻ, അവിടെ ജോലി ചെയ്യുവാൻ ഒക്കെയുള്ള സാവകാശം ദൈവം ഒരുക്കി കൊടുത്തു. അതുപോലെ തന്നെ ജസന്റെ പിതാവിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ത്യൻ പെന്തക്കോസ് ദൈവസഭ പെരുമ്പട്ടി സഭയുടെ സെക്രട്ടറി ആയിട്ട് അദ്ദേഹം ഈ കാലഘട്ടങ്ങളിൽ ആമേൻ അത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ദീർഘവർഷങ്ങൾ ഇന്ത്യ ഗവൺമെന്റിൽ ജോലി ചെയ്ത് റിട്ടയർമെന്റോടുകൂടെ ഇപ്പോൾ ഭവനത്തിൽ ആമേൻ ആത്മീക പ്രവർത്തനങ്ങൾ നന്നായി മുഴുകിക്കൊണ്ടിരിക്കുന്ന പ്രിയ കുടുംബത്തെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ത്യ ഗവൺമെന്റിൽ ഡൽഹിയിൽ റോ എന്ന ആ ഡിപ്പാർട്ട്മെന്റിൽ റിസർച്ച് അനലൈസ് വിങ് എന്ന് പറയുന്ന ആ പ്രത്യേക ഡിപ്പാർട്ട്മെന്റിൽ ഉന്നതമായുള്ള സേവനം ചെയ്യുവാൻ പ്രിയപ്പെട്ട സാനച്ചായന് ദൈവം കൃപ ചെയ്തു. ആമേ. സ്തോത്രം. ഒരു SP-യുടെ ലെവലിൽ ഉന്നതമായ ഉദ്യോഗസ്ഥനായി ഒരു ഗസറ്റഡ് റാങ്കിൽ നിന്നുകൊണ്ട് ആമേൻ ഗവൺമെന്റിനെ സേവിപ്പാൻ പ്രിയപ്പെട്ടവന് ദൈവം കൊടുത്ത ഭാഗ്യത്തിനായും അവസരത്തിനായും സ്തോത്രം ചെയ്യുന്നു. ആമേൻ. പ്രിയ ജെസി ആന്റിക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. അവര് ദൈവസഭയ്ക്ക് ഒരു അനുഗ്രഹമാണ്, അഭിമാനമാണ്. അവർക്ക് 2 മക്കളെയാണ് ദൈവം നൽകി കൊടുത്തത്. ഒരു മകൾ ആമേൻ ജിൻസി, ഹസ്ബൻഡ് ജസ്വിൻ. അവർക്കൊരു പൈതലിനെയും ദൈവം നൽകി കൊടുത്തു. അവരും ഏറ്റവും സന്തോഷത്തോടുകൂടെ ഹൈദരാബാദിൽ ആമേൻ അവർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ജോലി ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തി വരുന്നു. ആമേൻ. ഈ പ്രിയ ജസന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ആമേൻ ഇപ്രകാരം ഒരു നല്ല ആലോചന ദൈവഗതത്താൽ വരികയും അത് ആമേൻ ഒരു തീരുമാനത്തിലേക്ക് കൈക്കൊണ്ട് ആമേൻ ഇന്നേ ദിവസം അവരുടെ വിവാഹത്തിന് വേണ്ടി താല്പര്യപ്പെട്ട് നാം ഇവിടെ വന്നു ചേർന്നിരിക്കുക. ജസന് ഏറ്റവും അനുയോജ്യയായിട്ടുള്ള ഒരു മകളെയാണ് ഒരുക്കിയിരിക്കുന്നത് എന്നുള്ളതിന് സംശയമില്ല. പ്രിയ മകളെക്കുറിച്ചും ഞങ്ങൾ അറിഞ്ഞിടത്തോളം ഏറ്റവും ശ്രേഷ്ഠവും മാന്യവും ആത്മീകവുമായുള്ള ഒരു ഭവനത്തിൽ വളരുവാനും ആമേൻ തനിക്കും ഉന്നതമായ വിദ്യാഭ്യാസം ലഭിച്ച് ആമേൻ നല്ല ജോലിയിലൊക്കെ ആയിരിക്കാൻ ദൈവം കൃപ ചെയ്തിരിക്കുന്നല്ലോ. ഇരു മാതാപിതാക്കന്മാർക്കും അഭിമാനത്തോടുകൂടെ ആമേൻ ഇവിടെ ഇരിക്കുവാൻ കഴിയുന്നു. ഇന്ന് അനവധി യൗവനക്കാരെ ആ യൗവന ദശയിലേക്ക് വളർത്തിക്കൊണ്ടുവരുവാൻ ആ മാതാപിതാക്കന്മാർ ഉത്സുകരാണെങ്കിലും അവരുടെ ആത്മീക ജീവിതത്തിൽ അല്ലെങ്കിൽ ഒരു സാമൂഹ്യമായി അവർ മാതാപിതാക്കന്മാരോടോ അവർ ഉൾപ്പെട്ടിരിക്കുന്ന സഭയോടോ ഒക്കെ വിധേയത്വമില്ലാതെ അവർക്കിഷ്ടമുള്ളതായ തെരഞ്ഞെടുപ്പുകൾ നടത്തി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിൽ അങ്ങനെയുള്ള യൗവനക്കാരുടെ നടുവിൽ ഏറ്റവും മാതാപിതാക്കന്മാരാൽ അവരുടെ ആലോചനയ്ക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഹിതത്തിന് ഒക്കെ വിധേയപ്പെട്ട് ഇങ്ങനെ ആമൻ കൂടി വന്നിരിക്കുന്നതിൽ ഈ മാതാപിതാക്കന്മാർക്ക് ഏറെ സന്തോഷിക്കുവാൻ വകയുണ്ട്. പ്രത്യേകിച്ച് അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. ഒരു ഉത്തമ ഭർത്താവിനും ഒരു ഉത്തമ ഭാര്യയ്ക്കും ആവശ്യമായുള്ള എല്ലാ ഗുണങ്ങളും നന്മകളും ഈ പ്രിയ കുഞ്ഞുങ്ങൾക്ക് ദൈവം നൽകട്ടെ എന്ന് മാത്രം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ ഉപസംഹരിക്കുകയാണ്. തുടർന്നുള്ള ശുശ്രൂഷകളെല്ലാം ഏറ്റവും ദൈവ സാന്നിധ്യത്തിൻ്റെ കീഴിൽ നടക്കട്ടെ. പ്രാർത്ഥനയോടെ ആയിരിക്കാം വിവിധ ശുശ്രൂഷകൾ ചെയ്യുവാൻ കർത്തൃഭൃത്യന്മാരെ കർത്താവ് അധികാരപ്പെടുത്തുമാറാകട്ടെ. ഇപ്പോൾ Get on into
കർത്താവിൻ്റെ അതിപരിശുദ്ധമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിയുക്ത വരനും വധുവിനും അതുപോലെ തന്നെ ഈ വേദിയിലാഗതരായിരിക്കുന്ന കർത്താവിൻ്റെ ശ്രേഷ്ഠദാസന്മാർക്കും ഈ അനുഗ്രഹീതമായ ശുശ്രൂഷ നിവർത്തിക്കുവാൻ കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ പ്രിയപ്പെട്ട തോമസ് പാസ്റ്റർ ഇവിടെ ആഗതനായിട്ടുണ്ട്. ഇരു കുടുംബങ്ങൾക്കും അതുപോലെ തന്നെ കർത്താവിൻ്റെ വയലിലധ്വാനിക്കുന്ന കർത്തൃദാസന്മാർക്കും ഈ സഭയുടെ അധ്യക്ഷനായിരിക്കുന്ന കർത്തൃദാസനും സ്നേഹ വന്ദനം ഞാനിവിടെ അറിയിക്കുകയാണ്. വാത്സല്യ പ്രിയ കുഞ്ഞ് ഡോക്ടർ റൈമ സഭയ്ക്ക് ഒരു അഭിമാനമായിട്ടുള്ള ഒരു പൈതലാണ്. വാത്സല്യ കുഞ്ഞിനെ സംബന്ധിച്ച് അവൾ ദൈവദിനം ഒക്കെ നന്നായി പഠിച്ചും കർത്താവിൻ്റെ നാമത്തിനു വേണ്ടിയും വളരെ പ്രയോജനപ്പെടുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട പൈതലാണ്. ഞാൻ ചില ദിവസങ്ങളായി പ്രിയ കുഞ്ഞുമായിട്ട് ഒന്ന് കാണുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പഠിക്കുന്നതിന് വേണ്ടി കാനഡയിലേക്ക് പോയി അവിടെ ജോലിയും മറ്റുമൊക്കെയാണ്. എന്നിരുന്നാലും ഈ കഴിഞ്ഞ ചില നിമിഷങ്ങൾ അല്ലെങ്കിൽ ചില ദിവസങ്ങൾ കൊണ്ട് മനസ്സിലാക്കിയിടത്തോളം തികഞ്ഞ ഭക്തിയോടെ വളരെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നത് എന്നെ ചിന്തിപ്പിച്ചു. സ്തോത്രം. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നല്ല ഒരു ദൈവകൃപയുള്ള ഒരു കുഞ്ഞിനെയാണ് പ്രിയ ജസൻ മോന് ലഭിക്കുന്നത്. അത് ഞാൻ അടിവരയിട്ട് പറയുകയാണ്. അതുപോലെ ദൈവനാമത്തിന് വേണ്ടി ദൈവ സഭയ്ക്ക് വേണ്ടി വളരെ പ്രയോജനപ്പെടുന്ന ഒരു കുടുംബമാണ് പ്രിയ റോയ് സാറിൻ്റെ ഫാമിലി. അപ്പോൾ എല്ലാ വിധത്തിലും ദൈവസഭയ്ക്ക് ഒരു അഭിമാനമായിട്ടുള്ള ഒരു കുടുംബമാണ് റോയ് സാറിൻ്റെ ഭവനം. കർത്താവിൻ്റെ ദാസി എങ്ങനെയാണ്. അതുപോലെ പ്രിയപ്പെട്ട റൈമയുടെ സിസ്റ്റർ കുടുംബം വളരെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നു. അവർ വിദേശത്ത് UK-യിലാണ് അവരായിരിക്കുന്നത്. റോയ് സാറ് എയർപോർട്ട് അതോറിറ്റിയിൽ വളരെ സീനിയറായിട്ടുള്ള ഒരു പോസ്റ്റിൽ നിന്ന് വിരമിക്കുകയായിരുന്നു. അങ്ങനെ എല്ലാ നിലയിലും വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബം എന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമാണ്. ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ ദാസനിലൂടെ പ്രിയ ജസൻ്റെ ഫാമിലിയെക്കുറിച്ചും ഒക്കെ അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഒത്തിരി സന്തോഷം എനിക്ക് ഉണ്ടായി. ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ കാരണം ഈ രണ്ട് ഭവനങ്ങൾ ദൈവസഭയ്ക്ക് വളരെ പ്രയോജനപ്പെടുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധ കൊടുത്ത ഒരു വിഷയമാണ്. വിശുദ്ധ തിരുവെഴുത്തിൽ വിവാഹത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ ധാരാളമായ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനും ചിന്തിക്കാനും പറയാനൊക്കെ ഉണ്ട്. ഇതെല്ലാം കൂടെ ഇവിടെ പറയുവാനായിട്ടും സാധ്യമല്ല. എന്നാൽ വിവാഹം എന്ന് പറയുന്നത് ദൈവത്താൽ സ്ഥാപിക്കപ്പെട്ട അനുഗ്രഹീതമായ ഒരു സ്ഥാപനമാണ്. ദൈവത്താൽ സ്ഥാപിക്കപ്പെട്ട മനോഹരമായ ഒരു സ്ഥാപനമാണ് വിവാഹം. ആദ്യ വിവാഹം നടക്കുന്നത് ഏദനിൽ. കാർമികൻ നമ്മുടെ ദൈവം. അപ്പൊ ഏദനിൽ ഇറങ്ങി വന്ന് ആദമിനെയും ഹവ്വയെയും ആദ്യത്തെ കുടുംബജീവിതത്തിലേക്ക് അവരെ നയിച്ചത് നമ്മുടെ കർത്താവാണ്. അപ്പോൾ ഇന്ന് പകൽക്കാലം ഈ അന്തരീക്ഷത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തൻ്റെ സാന്നിധ്യം നൽകി കർത്താവിൻ്റെ അഭിഷക്തനാൽ ഈ ശുശ്രൂഷ ഇവിടെ നയിക്കപ്പെടുമ്പോൾ അദൃശ്യമായ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വന്നാണ് ഈ ശുശ്രൂഷ ഇവിടെ നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് ദൈവമക്കൾ വളരെ പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കണം. പ്രൈസ് ദി ലോർഡ്. വിവാഹത്തിൻ്റെ ഉദ്ദേശം തന്നെ നമുക്കറിയാം. വിവാഹത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് മാനുഷികമായ പങ്കാളിത്തത്തിന് ഒരാസൂത്രിതമായിട്ടുള്ളൊരു സംവിധാനമാണ് ഈ വിവാഹം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഒരു പങ്കാളിത്തം. മറ്റൊരു ചിന്ത നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ മനുഷ്യൻ്റെ ആഗ്രഹങ്ങളും അവൻ്റെ ഇഷ്ടങ്ങളൊക്കെ ഈ സർക്കിളിനകത്ത് നിവർത്തീകരിക്കപ്പെടുന്നു. അതൊരു വിശുദ്ധമായ ഒരു തലമെന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു.
മറ്റൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, പരിപാവനമായ ഒരു സന്താന പരമ്പര സൃഷ്ടിക്കപ്പെടുന്നത് ഈ അനുഗ്രഹീതമായ കുടുംബജീവിതത്തിലൂടെയാണ്. അങ്ങനെ എല്ലാ നിലയിലും കുടുംബജീവിതം വളരെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടു അല്ലെങ്കിൽ അനുഗ്രഹിക്കപ്പെടുന്നു എന്നുള്ളത് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. വിവാഹജീവിതത്തിന്റെ തത്വം ദൈവം ഉറപ്പിച്ചു പറയുമ്പോൾ വിശുദ്ധ ബൈബിളിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ഞാൻ വളരെ പെട്ടെന്ന് പറഞ്ഞു വിടുകയാണ്. അതിൻ്റെ തത്വത്തിൽ വളരെ കൃത്യമായി പറയുന്ന ഒരു സംവിധാനം, ഇത് ഒരു വേർപാടാണ് എന്നുള്ളത് ബൈബിൾ നമുക്ക് തരുന്നുണ്ട്. വേർപാടാണ്. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ബൈബിൾ പറയുന്നു, മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും. അപ്പോൾ ഒരു വേർപാട് അവിടെ സംഭവിക്കുന്നുണ്ട്. എന്നാൽ സ്തോത്രം, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. വിട്ട് അവര് മാറുന്നു എന്ന് പറയുമ്പോൾ മുൻഗണനയിൽ അവർ മാറുന്നില്ല, അവരുടെ സ്ഥാനം മാറിപ്പോകുന്നില്ല. എന്നാൽ ബൈബിൾ പഠിക്കുമ്പോൾ സ്തോത്രം, അവര് സ്നേഹത്തിലും സ്തോത്രം ഉദ്ദേശത്തിലും അവര് ഒന്നാവുകയും അവര് വേർപെടുകയും ചെയ്യുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട സംവിധാനമാണ് മാരേജ്. അപ്പൊ അത് വളരെ കൃത്യമായി മനസ്സിലാക്കണം. ഇന്ന് പ്രിയ ജസനും റയമയും അവരുടെ ലൈഫ്, അവരുടെ കുടുംബജീവിതം പണിയാൻ തുടങ്ങുകയാണ്. അവരുടെ ജീവിതം പണിയാൻ ആരംഭിക്കുന്ന ദിവസമാണ്. വളരെ ഗൗരവമായ ഒരു ദിവസം തന്നെയാണ് അവരുടെ ലൈഫിൽ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വിശുദ്ധ സഭയുടെ നടുവിൽ വെച്ച ഒരു ഉടമ്പടിയിലൂടെ അവര് ഒന്നാകുന്ന അനുഗ്രഹിക്കപ്പെട്ട നിമിഷമായിരിക്കുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ ഒന്ന്, അതൊരു വേർപാടാണെങ്കിൽ, രണ്ടാമത് അത് ഒരു പറ്റിച്ചേറൽ എന്ന ഒരു സംവിധാനമാണ്. അവര് പറ്റിച്ചേരുകയാണ്, ഭാര്യയോട് പറ്റിച്ചേരുന്നു. അത് ബൈബിൾ പറയുന്നുണ്ട്, എഫേസ്യ ലേഖനത്തിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്, ഭാര്യയോട് പറ്റിച്ചേരുന്നു. സ്തോത്രം. അപ്പൊ ഇവിടുത്തെ ആശയം ശക്തമായി നമ്മൾ പറയണം, മനസ്സിലാക്കണം. ഒരു പശ കൊണ്ട് ഒട്ടിച്ചെടുക്കുന്നത് പോലെ ഇവരെ ഒന്നാക്കുന്ന ഒരു അന്തരീക്ഷമാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇതുവരെ അവർ ജീവിച്ച സാഹചര്യങ്ങളും അവരുടെ ജീവിത അവസ്ഥകളൊക്കെ നമുക്കറിയാം. പക്ഷേ ഇന്ന് ചില മിനിറ്റുകൾ കഴിയുമ്പോൾ അവരുടെ ജീവിതത്തിൽ അവർ ഒന്നാകുന്ന, പറ്റിച്ചേരുന്ന, ബൈബിൾ പറയുന്നു, ഇരുവരും ഒരു ദേഹമായി തീരും. സ്തോത്രം. കരങ്ങൾ ഉയർത്തുന്നു, സ്തോത്രം ചെയ്യാമോ? ഹല്ലേലൂയ. അപ്പൊ ഇരുവരും ഒരു ദേഹമായി തീരും എന്നുള്ള സംവിധാനമാണ് ബൈബിൾ നമുക്ക് നൽകുന്നത്. അടുത്തത് നമ്മൾ കാണുന്നത്, സ്തോത്രം, വ്യക്തമായി പറയുന്നുണ്ട്, ഒരു യൂണിറ്റി, ഒരു ഐക്യത ഇവരുടെ ലൈഫിലേക്ക് വ്യാപരിക്കും. ഒരു ഐക്യതയിലേക്ക് അവർ വരികയാണ്. സ്തോത്രം. സ്തോത്രം. അപ്പൊ മരണം നമ്മെ വേർപിരിക്കുന്നത് വരെ, അങ്ങനെയാണ് ബൈബിൾ പറയുന്നത്. ബൈബിൾ പറയുന്നു, മരണം വേർപിരിക്കുന്നത് വരെ അവരൊട്ടിച്ചേർന്ന് അവർ ഒരുമിച്ച് ജീവിക്കണം, ഒരു പുരുഷൻ ഒരു ഭാര്യ എന്നുള്ള സംവിധാനം ഈ ബൈബിൾ നമുക്ക് തരികയാണ്. അപ്പൊ ഒട്ടിച്ചേരുന്ന ഒരു അനുഭവമാണ്. സ്തോത്രം. മരണം നമ്മെ വേർപിരിക്കുന്നത്, കടഭാരം നമ്മെ വേർപിരിക്കുന്നു എന്നല്ല. സ്തോത്രം. ഏതെങ്കിലും മറ്റ് ജീവിത പ്രശ്നങ്ങൾ വന്ന് നമ്മെ വേർപിരിക്കുന്നു എന്നുള്ളതല്ല. ഏതെങ്കിലും തെറ്റിദ്ധാരണകൾ വരുത്തി ഈ അനുഗ്രഹീതമായിട്ടുള്ള സംവിധാനത്തെ തകർക്കുക എന്നുള്ളതല്ല. ബൈബിൾ പറയുന്നത്, മരണം വരെയും ഇവരുടെ ജീവിതത്തിന് കരുത്തുണ്ടാകണം. അവർ ഇരുവരും ജീവിക്കുന്ന ഈ ഭൂമിയിൽ
അവർ മരിക്കുന്നത് വരെ, ഒരാൾ ഈ ഭൂമിയിൽ നിന്ന് വേർപെടുന്നത് വരെ ഇത് വളരെ ശക്തമായ ഒരു ഒന്നിക്കലെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഒരൈക്യത, മറ്റൊന്നാണ് ഒരടുപ്പം, ആമീൻ, ഒരു ഗാഢ സൗഹൃദം ബൈബിൾ നമുക്ക് കുടുംബജീവിതത്തെക്കുറിച്ച് നൽകുന്നുണ്ട്. കുറവുകളില്ലാത്ത, കുറ്റബോധമില്ലാത്ത, ആമീൻ സ്തോത്രം, പെറുപെറുപ്പില്ലാത്ത, ആമീൻ, ഒരു നല്ല അനുഗ്രഹീതമായൊരു ജീവിതത്തിൻ്റെ ഉടമകളായി ഇവർ രണ്ടുപേരും തീരണം. ഒരുപാട് പോരായ്മകളും ഒരുപാട് കുറ്റങ്ങളും കുറവുകളൊക്കെ ഇന്ന് കുടുംബജീവിതത്തിലുണ്ട്. നല്ല നിലയിൽ 100% വിജയിച്ചു എന്ന് പറയുന്ന കുടുംബജീവിതം വളരെ കുറവായിരിക്കും. പക്ഷേ കൃപയിൽ ആശ്രയിച്ചാൽ 100% ഈ ലൈഫ് ദൈവം അനുഗ്രഹിക്കും. ഇവർ ഇരുവരും ആഗ്രഹിക്കുന്ന കടപ്പാടുകൾ നിവർത്തിക്കണം. ഇവർ ദൈവസന്നിധിയിൽ എടുക്കുന്ന ഉടമ്പടിയിൽ അവർ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കണം. ഭർത്താവ് ഒരിക്കലും, ആമേൻ സ്തോത്രം, ഒരു റഫറി ആകരുത്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വളരെ സന്തോഷമുണ്ട് എനിക്ക് ഈ കുഞ്ഞുങ്ങളെക്കുറിച്ച് അഭിമാനമായി പറയാൻ കഴിയും. നല്ല പ്രാർത്ഥിക്കുന്ന 2 പ്രിയ മക്കൾ, ദൈവത്തെ ആശ്രയിക്കുന്ന 2 പ്രിയ മക്കൾ, വളരെ കഥാവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന 2 കുടുംബങ്ങളിൽ നിന്ന് അവരുടെ ലൈഫിലേക്ക് അവർ വരുമ്പോൾ വലിയ പ്രതീക്ഷ നമുക്കുണ്ട്. ദൈവം അവരെ അനുഗ്രഹിക്കും, അത് ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ വളരെ ചുരുങ്ങിയ മിനിറ്റ് കൊണ്ട് തന്നെ ഈ ചിന്ത അവസാനിപ്പിക്കുന്നു. പ്രത്യേകമായിട്ട് പ്രിയ ജസനെയും പ്രിയപ്പെട്ട, ആമീൻ, പ്രിയ റോയമോളെയും ഞാൻ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. അവരുടെ ജീവിത പടകിലേക്ക് കർത്താവിൻ്റെ സാന്നിധ്യം ഇന്ന് വളരെ വ്യക്തമായി ഉണ്ടാകട്ടെ. അവരെടുക്കുന്ന തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കട്ടെ. ദൈവസഭകൾക്ക് അവരാശ്വാസമാകട്ടെ. അവർ ചെയ്യുന്ന എല്ലാ മേഖലയിലും ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. അവരുടെ കുടുംബജീവിതത്തിൽ എല്ലാ സന്തോഷങ്ങളും ഉണ്ടാകട്ടെ. ദൈവത്തിന് സ്തോത്രം. IPC ട്രിവാൻഡ്രം ഉള്ളൂർ ദൈവസഭയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാ നിറവുകളും എല്ലാ ഐശ്വര്യങ്ങളും അവർക്ക് ഞാൻ നേരുകയാണ്. കർത്താവരൻ താമസിച്ചാൽ എല്ലാ സന്തോഷങ്ങളും അവർക്കുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചും ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കും.
നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ അതിധന്യമായ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കനാവിലെ കല്യാണത്തിന് വേദപുസ്തകത്തിൻ്റെ വ്യാഖ്യാനം എഴുതിയ, ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ വേദപുസ്തക വ്യാഖ്യാതാവായ വാറൻ VSB, അദ്ദേഹം അതെഴുതി ഏറ്റവും ഒടുവിൽ പറഞ്ഞിരിക്കുന്ന ഒരു വാക്കുണ്ട്. അതിങ്ങനെയാണ്: ബ്ലെസ്ഡ് ഈസ് ദ കപ്പിൾ ഹു ഇൻവൈറ്റ് ജീസസ് ടു ദെയർ വെഡിങ്. നമ്മുടെ മക്കളുടെ കല്യാണത്തിന് പ്രൈം മിനിസ്റ്റർ വന്നില്ലെങ്കിലും, ചീഫ് മിനിസ്റ്റർ വന്നില്ലെങ്കിലും, MP-യും MLA-യും ഒന്നും വന്നില്ലെങ്കിലും, കാൽവറിയിൽ ആണിയേറ്റ കരങ്ങളുമായി യേശു ഇറങ്ങി വന്ന് അവരെ യോജിപ്പിക്കുന്നതാണ് ദൈവമക്കളുടെ പ്രൈഡ് എന്ന് പറയുന്നത്. ഇന്ന് പകൽ ഇവിടെ പാടുന്നവരെക്കാൾ, പ്രസംഗിക്കുന്നവരെക്കാൾ, കാർമ്മിക ശുശ്രൂഷ നടത്തുന്നവരെക്കാൾ ഉന്നതനായ ദൈവപുത്രൻ്റെ തിരുസാന്നിധ്യം ഈ മക്കളെ യോജിപ്പിക്കുവാൻ ഈ ഓഡിറ്റോറിയത്തിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. കല്യാണമാണെങ്കിലും യേശുവെന്ന് കേട്ടാൽ ഉള്ളു തുടിക്കുന്ന ആരെങ്കിലുമൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ, എൻ്റെ കർത്താവല്ലാതെ എനിക്ക് വേറെ ഒന്നുമില്ലെന്ന് ഉറപ്പുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈ ഉയർത്തി ഒരു ഹല്ലേലൂയ പറയുവാൻ അവർക്കൊരു സ്വാതന്ത്ര്യമുണ്ട്. ദൈവപുരുഷനായ മോശയുടെ ഒരു വലിയ പ്രാർത്ഥനയുണ്ട്. അത് പദവിയൊന്നുമല്ല. ഇഫ് യുവർ പ്രസൻസ് ഡസ് നോട്ട് ഗോ വിത്ത് അസ്, അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഇല്ലെങ്കിൽ ഞങ്ങളെ ഇവിടെ നയിക്കരുതേ. നിഗ്രഹിക്കപ്പെട്ട ഒരു ദൈവസാന്നിധ്യം ഇവിടെ ഞാൻ സെൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തുറക്കപ്പെട്ട ഒരു സ്വർഗം വേണം ഈ മക്കളുടെ മീതെ വിരിക്കുവാൻ. ഇവർ അനുഗ്രഹിക്കപ്പെട്ടവരായി ഒരു വലിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ്. വളരെ വിലപ്പെട്ട ദൈവദാസന്മാർ ഈ സ്റ്റേജിലും താഴെയുമായിട്ടൊക്കെ ഇവിടെയുണ്ട്. അനുഗ്രഹീതനായ കർത്തൃദാസൻ പെരുമ്പട്ടി സഭയുടെ ശുശ്രൂഷകൻ പ്രിയപ്പെട്ട റിജി ഫിലിപ്പ് പാസ്റ്റർ, വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനം ഇവിടെ പങ്കിട്ടതായ ദീർഘവർഷങ്ങളായ എൻ്റെ ആത്മീക കൂട്ടുവേലക്കാരൻ ബാബു ജോസഫ് പാസ്റ്റർ, IPCയുടെ കുമ്പനാട് സെൻറ്ററിൻ്റെ ലീഡർഷിപ്പിലുള്ള പ്രിയപ്പെട്ട എബ്രഹാം സാമുവേൽ T. ജോസഫ്, ഞങ്ങളൊക്കെ പിതൃതുല്യമായി ബഹുമാനിക്കുകയും ശുശ്രൂഷയിൽ വളരെ മാതൃകയോടുകൂടെ ഞങ്ങളൊക്കെ നോക്കുകയും ചെയ്യുന്ന അനുഗ്രഹീതനായ പാസ്റ്റർ ജോൺസ് കറിയ, എൻ്റെ സ്നേഹിതന്മാരായ അമേൻ
അനേക ദൈവദാസന്മാർ ഇവിടെയുണ്ട്. അവരെയെല്ലാം ഓർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു, വന്ദനങ്ങളെ അറിയിക്കുന്നു. പ്രത്യേകിച്ച് എനിക്ക് ഏറ്റവും പ്രിയരായ അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പ് ചെയ്യുന്നതായ ദൈവദാസന്മാർ പാസ്റ്റർ റിജോ, പാസ്റ്റർ മനോജ്, സണ്ണി, ആമേൻ, പ്രിയ, അവരെല്ലാം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. പലരുമായി ശുശ്രൂഷയുടെ ഒരുപാട് ബന്ധങ്ങൾ എനിക്കുണ്ട്. ഇന്ന് നമുക്ക് അധികം ദൈവത്തെ സ്തുതിക്കാൻ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. നമ്മുടെ മക്കൾ സ്തോത്രവും സ്തുതിയും ഒക്കെ ഉയരുന്നിടത്ത് കല്യാണത്തിന് വേണ്ടി കരം പിടിച്ചുകൊണ്ട് വരാൻ മാതാപിതാക്കൾക്ക് ദൈവം കൊടുത്തതായ ശ്രേഷ്ഠമായ ഭാഗ്യമോർത്ത് ദൈവത്തിന് മഹത്വം, ഉള്ളു തുറന്ന് ദൈവത്തിന് മഹത്വം കൊടുക്കുകയാണ്. ദൈവരാജ്യത്തിന് പ്രയോറിറ്റി കൊടുക്കാൻ കഴിയുന്ന ഒരാളത്തെ നമ്മളിൽ ഉണ്ടാക്കാൻ കഴിയുന്നത് ഒരനുഗ്രഹിക്കപ്പെട്ട കാര്യമാണ്. ഇന്നത്തെ മണവാളൻ്റെ ഫാമിലിയുമായിട്ടാണ് എനിക്ക് ഒത്തിരി ബന്ധം. പ്രിയപ്പെട്ട തോമസ് വർഗീസ് സാറ്, ആ ഫാമിലിയുമായിട്ട് ഞാൻ പരിചയപ്പെടുന്ന ഡൽഹിയിൽ വെച്ചാണ്. പലതവണ ഡൽഹിയിൽ ശുശ്രൂഷ ചെല്ലുമ്പോൾ തോമസ് വർഗീസ് സാറുമായിട്ടും ആ ഫാമിലിയുമായിട്ടും എനിക്ക് അനുഗ്രഹിക്കപ്പെട്ട ഫെലോഷിപ്പ് ദൈവം തന്നിട്ടുണ്ട്. ഡൽഹി മലയാളി കമ്മ്യൂണിറ്റിയിലെ വളരെ റെസ്പെക്റ്റഡായ, പ്രത്യേകിച്ച് പെൻഡക്കോസ്റ്റൽ കമ്മ്യൂണിറ്റിയിലെ വളരെ റെസ്പെക്റ്റഡായ ഒരു ഫാമിലിയാണ് തോമസ് വർഗീസ് സാർ ഫാമിലി. പ്രത്യേകിച്ച് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻ്റലിജൻസ് ഏജൻസിയായ റോയുടെ ടോപ്പ് ക്ലാസ് ഓഫീസറായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെ തട്ടിക്കൊണ്ട് പോയാൽ ഇന്ത്യയുടെ അത്യാവശ്യ ഇൻ്റലിജൻസ് വിവരങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നത് കൊണ്ട് അതിൽ കൂടുതൽ ഞാൻ പറയുന്നില്ല. ദൈവം പൊസിഷണലി ഉയർത്തുമ്പോഴും ദൈവത്തോടുള്ള ബന്ധം മുറുകെ പിടിച്ചുകൊണ്ട് മക്കളെ ദൈവകൃപയിൽ വളർത്താനുള്ള ഒരു ഭാഗ്യം. നമുക്കറിയാം, നമ്മുടെ മക്കൾ മെട്രോയിൽ വളരുമ്പോൾ, ഡൽഹിയിൽ വളരുമ്പോൾ, കാനഡയിൽ വളരുമ്പോൾ, ട്രിവാൻഡ്രത്ത് വളരുമ്പോൾ, ഞാനും എൻ്റെ മക്കളുമൊക്കെ തിരുവനന്തപുരത്താണ് വളർന്നത്. ഒരു ചെറിയ സിറ്റി ആണെങ്കിൽ പോലും ആ സിറ്റിയുടെ മെട്രോയുടെ ഇൻഫ്ലുവൻസുകൾ ഒത്തിരി നമ്മുടെ മക്കളെ സ്വാധീനിക്കുമ്പോൾ, അപ്പനും അമ്മയും എടുത്ത ഈ പുസ്തകത്തിന് വില കൊടുക്കാൻ ദൈവം അവർക്ക് കൊടുത്ത ഭാഗ്യത്തിനായി ദൈവത്തിന് മഹത്വം. ഞാൻ ദൈവവചനത്തോട് ബന്ധപ്പെട്ട് I want to tell you 2 principles that would help you to build a blessed family. ഞാൻ സക്സസ് എന്നുള്ള വാക്കങ്ങ് മാറ്റുക, അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബം. ദൈവം ഒരു മനുഷ്യനെ വിളിച്ചിട്ട് പറഞ്ഞു, ആടെ അപ്പം മരിച്ചുപോയി. ആ മനുഷ്യനെ ദൈവം സന്ധിക്കുന്നത് ബാബിലോണിൽ വെച്ചാണ്, മെസപ്പൊത്തോമിയയിൽ വെച്ചാണ്, ഇറാഖിൻ്റെ അടുത്ത് വെച്ചാണ്. ഇറാഖിൻ്റെ അടുത്ത് വെച്ച് ആ മനുഷ്യനെ സന്ധിച്ച ആ മനുഷ്യൻ ദൈവത്തെ കണ്ട് പുറത്തിറങ്ങി. ഡാഡി മരിച്ചുപോയി, തേരക്. ഈസ്റ്റേൺ കൾച്ചർ അനുസരിച്ച് അപ്പൻ്റെ അനുഗ്രഹം വളരെ വലുതാണ്. പക്ഷെ അപ്പം മരിച്ചു പോയി കഴിഞ്ഞപ്പോൾ അപ്പന് പകരമായി ഒരിക്കലും മാറാത്ത ഒരു പിതാവ് അബ്രഹാമിൻ്റെ കൂടാരത്തിൽ ഇറങ്ങി പറഞ്ഞിട്ടു. അബ്രഹാമിനോട് പറഞ്ഞു, ഐ വിൽ ബ്ലെസ് യു, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. ഇത് പറഞ്ഞിട്ടിപ്പം 4000 കൊല്ലം കഴിഞ്ഞു. ഈ 4000 കൊല്ലത്തിനിടയിൽ അബ്രഹാമിൻ്റെ പിള്ളേരെ തല്ലിക്കൊല്ലാൻ 1000 പദ്ധതികൾ ഹോളോകോസ്റ്റ് ഉൾപ്പെടെ ഉണ്ടായിട്ടും ഇന്നും അവരെ നിൽക്കാൻ കാര്യം ദൈവത്തെ സേവിച്ച ഒരുവൻ്റെ മേൽ ദൈവം കൊടുത്ത അനുഗ്രഹമാണ്. അപ്പോൾ ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്നവർ നമ്മുടെ തലമുറകളുടെ മേൽ ദൈവത്തിൻ്റെ അനുഗ്രഹം വാഴണം. ഗോഡ്സ് ബ്ലെസ്സിങ് ഷുഡ് ഓവർറൈഡ് ഇൻ അവർ ലൈഫ്സ്. നമ്മുടെ ജീവിതത്തിൽ അത് കവിയുവാനിടയായിത്തീരണം. അതിന് പറ്റുന്ന 2 principles I want to share with you. നിങ്ങൾ രണ്ടുപേരും ഫോറിനിലൊക്കെയാണ്. അതുകൊണ്ട് എന്നോട് തോമസ് വർഗീസ് സാറ് പറഞ്ഞു, ഓത്ത് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇംഗ്ലീഷിലൊക്കെ പറയണമെന്ന് പറഞ്ഞു. അതൊക്കെ ഞാൻ ശ്രമിക്കാം.
റബ്ബീനിക്ക് ടീച്ചിങ് യേശുവിന് ലഭിച്ചിരുന്നില്ല. പക്ഷെ എന്നിട്ടും ഞാൻ പറയുന്നു, യേശുവാണ് ഏറ്റവും സക്സസ്ഫുൾ ആണ്. ഒരിക്കൽ കരം കൊടുക്കാൻ ആഗ്രഹമുണ്ടായപ്പോൾ, ആവശ്യം വന്നപ്പോൾ, കയ്യിൽ പണമില്ലാതെ സമുദ്രത്തിലെ മീനിൻ്റെ വയറ് തപ്പേണ്ട ആളാണ് ഏറ്റവും വലിയ സക്സസ്ഫുൾ ആണെന്ന് പറഞ്ഞാൽ വെളിപ്പാട് കിട്ടാത്തവർക്ക് ആമേൻ പറയാൻ ബുദ്ധിമുട്ടാണ്. There is only one reason. It's from the 17th chapter of John's Gospel. That is the high priestly prayer of Jesus. അവിടെ യേശു പറയുന്ന ഒരു കാര്യമുണ്ട്, ഫാദർ, ഐ ഹാവ് ഗ്ലോറിഫൈഡ് ദീ. മക്കളെ, നമ്മുടെ ജീവിതമൊക്കെ നമുക്ക് മഹത്വത്തിന് വേണ്ടിയല്ല, ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയാണ്. നമ്മുടെ മഹത്വത്തിന് വേണ്ടിയുള്ള ജീവിതമൊക്കെ പട്ടട കൊണ്ട് അവസാനിക്കുമ്പോൾ, നല്ലൊരു ശവസംസ്കാരം കൊണ്ട് അവസാനിക്കുമ്പോൾ, നമ്മുടെ ജീവിതവും നമ്മുടെ കുടുംബജീവിതവും ദ പ്രയോറിറ്റി ഷുഡ് ബി ദ ഗ്ലോറി ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ മഹത്വമായിരിക്കണം. ജീസസ് സൈസ്, ഫാദർ, ഐ ഹാവ് ഗ്ലോറിഫൈഡ് ദീ. എങ്ങനെ പിതാവിനെ മഹത്വപ്പെടുത്തിയത്? വലിയ വീടുണ്ടാക്കിയത് കൊണ്ടല്ല, ഡിസൈപ്പിൾസിനെ കിട്ടിയത് കൊണ്ടല്ല. ഇമ്മീഡിയറ്റ്ലി ജീസസ് സൈസ്, ഐ ഹാവ് ഫിനിഷ്ഡ് all the works you have given me. The simple terminology is all the assignments. God is going to unite you as a family. നിങ്ങളെ കൂട്ടിച്ചേർക്കാൻ പോകുന്ന സ്വർഗത്തിലെ ദൈവമാണ്. നിങ്ങൾക്ക് വേറെ വല്ലവരും ഇരുത്തായിരുന്നു. ബട്ട് ഗോഡ് ഹാസ് പ്രിപ്പയർഡ് എ പ്ലേസ് ഫോർ യു. ഗോഡ് ഹാസ് പ്രിപ്പയർഡ് എ കിങ്ഡം ഫോർ യു. നിങ്ങൾക്ക് ഒരു രാജ്യം കർത്താവ് നൽകിയ മക്കളെ, ദിസ് ഇസ് മൈ ഫസ്റ്റ് advice to give you. God has a plan. God has a purpose in uniting you as a family. ഞാൻ 10 വർഷം ജോൺസൺ ആൻഡ് ജോൺസൺ എന്ന് പറയുന്ന മെഡിക്കൽ കമ്പനിയുടെ ജോലിക്കാരനായിരുന്നു. കേരളത്തിലെ ഏറ്റവും സക്സസ്ഫുൾ റെപ്രസെൻ്റ്, ഞാൻ പറയുന്നത് 40 കൊല്ലം മുമ്പുള്ള കഥയാണ്. ഞാൻ വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നത് ട്രിവാൻഡ്രം മാറി വാനിയസിലാണ്. ഞാൻ മാറി വാനിയസിൽ നിന്ന് എൻ്റെ പഠിത്തം പൂർത്തിയാക്കി 1 മാസമോ 2 മാസമോ കഴിഞ്ഞപ്പോൾ ജോൺസൺ ആൻഡ് ജോൺസൺ കമ്പനി എന്നെ അവരുടെ റെപ്രസെൻറ്റേറ്റീവായി തിരഞ്ഞെടുത്തു, മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവായി. കേരളത്തിലെ ഏറ്റവും സക്സസ്ഫുള്ളായ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ്സിൽ ഒരാളായിരുന്നു. കൊളാബായിൽ നടക്കുന്ന ഞങ്ങളുടെ യൂണിയൻ മീറ്റിങ്ങിലൊക്കെ അവിടുത്തെ സീനിയർ VP ഒക്കെ പറയുമായിരുന്നു, തോമസ് ഫിലിപ്പ്, വൺ ഡേ യു വിൽ ബിക്കം എ ടോപ്പ് ബ്രാസ് ഇൻ ജോൺസൺ ആൻഡ് ജോൺസൺ. എൻ്റെ കൊതിയതായിരുന്നു. പക്ഷേ കർത്താവ് മാറ്റിമറിച്ചു. അവരെന്നെ പിരിച്ചുവിട്ടു, അവരെന്നെ പുറത്താക്കി. ഒത്തിരി പ്രശ്നങ്ങൾ ജീവിതത്തിലുണ്ടായി. പക്ഷേ ആ കമ്പനി ജോലി ചെയ്യുമ്പോഴൊക്കെ എവറി ടൈം വി മീറ്റ് ടുഗദർ ഫോർ ദ ബോർഡ് മീറ്റിംഗ്സ്, അവർ പറയുന്നത്, മിസ്റ്റർ തോമസ്, our company has a mission and we are going to give you that mission statement. സോ മക്കളെ, നിങ്ങളെ രണ്ടുപേരെയും കൂടെ കർത്താവിൽ നിന്ന് കൂട്ടിച്ചേർത്ത് കാനഡയിലോ ജർമ്മനിയിലോ ഒക്കെ കുറേ പുത്തൻ വീടും കൂടെ വാങ്ങിച്ച് താമസിക്കാനല്ല. എബവ് ഓൾ, ഗോഡ് ഹാസ് എ പർപ്പസ് ഇൻ യുണൈറ്റിംഗ് യു ആസ് എ ഫാമിലി. കർത്താവ് കൂട്ടിച്ചേർക്കുന്നതിലൂടെ നിങ്ങളെ കർത്താവിൻ്റെ ഒരു പർപ്പസിന് വേണ്ടി നിങ്ങൾ ഒരുക്കുകയാണ്. Unless and until you complete the purposes of God's plan or purpose in your life, when God comes to unite you, immediately the Spirit of God is going to equip you, to anoint you to complete the purposes of God. ദൈവത്തിൻ്റെ പദ്ധതി പൂർത്തിയാക്കാൻ ദൈവം കൃപ നൽകും. അതിനൊറ്റ കാര്യമേ ഉള്ളൂ. ഇവിടെ ഇരിക്കുന്ന എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി പൂർത്തിയാക്കിയില്ലെങ്കിൽ ഞാനൊരു ഗ്ലോബൽ തോൽവിയാണെന്ന് തിരിച്ചറിഞ്ഞവർ ഈ വചനം ഒന്ന് ഏറ്റെടുത്തോണം. ദൈവത്തിൻ്റെ പർപ്പസ് എൻ്റെ കുടുംബജീവിതത്തിൽ ഞാൻ പൂർത്തിയാക്കിയില്ലെങ്കിൽ ഞാനിപ്പോഴത്തെ ജനറേഷൻ പിള്ളേരുടെ ഭാഷയെ പറയാം, ഉലക തോൽവിയാണ്. നിങ്ങൾ സക്സസ് ആകണമെങ്കിൽ ഒറ്റ കാര്യമേ ഉള്ളൂ, ഏറ്റവും സക്സസ്ഫുള്ളായ ആൾ നിങ്ങളുടെ കൈ പിടിക്കണം. ദാറ്റ് ഈസ് ദ ബിഗിനിങ്, ദാറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് യുവർ സക്സസ്. മക്കളെ, നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ബാബു ജോസഫ് പാസ്റ്റർ പറഞ്ഞ പോലെ, വി ഹാവ് സോ മെനി ഡ്രീംസ്, നോട്ട് ബിക്കോസ് ഓഫ് യുവർ എഡ്യൂക്കേഷൻ, നോട്ട് ബിക്കോസ് ഓഫ് യുവർ ബ്യൂട്ടി ഓർ ചാം, ജസ്റ്റ് ബിക്കോസ് ജീസസ് ഈസ് ഇൻ യുവർ ഫാമിലി. ജീസസ് ഈസ് ദ ലോർഡ് ഓഫ് യുവർ ലൈഫ്. ഞാനിവിടെ ഇരിക്കുന്ന എല്ലാവരോടും ഈ ഒരു വാക്കൊന്ന് ചോദിക്കട്ടെ, ബാക്കിയെല്ലാം മറന്നു പോയാലും, യേശു എൻ്റെ ജീവിതത്തിൻ്റെ കർത്താവാണെന്ന്
ഈ സദസ്സിൽ ഒരു നാണവും കൂടാതെ പറയാൻ മടിയില്ലാത്തവരുടെ കരമൊന്ന് ഉയർത്തിപ്പിടിച്ച്, ആ കരമൊന്ന് ഉയർത്തിയോ 2 മിനിറ്റ് ഇരുത്ത്. എന്നിട്ട് നാദരം തുറന്ന് ഒന്നുകൂടെ പറ, യേശുവിൻ്റെ കർത്താവാണെന്ന്. ഒന്നുറക്കെ ഒന്ന് പറയാൻ മടിയില്ലാത്തവര് ഒന്നുറക്കെ ഒന്ന് പറഞ്ഞേ, ജീസസ് ഈസ് ദ ലോർഡ് ഓഫ് മൈ ലൈഫ്. ഈ കരമുയർത്തിയവരോട് ഞാനൊരു കാര്യം പറയാം, ഈ കരത്തെ താഴ്ത്തിയിടാൻ ലോകത്തിലൊരു ശക്തിക്കും കഴിയത്തില്ല, ഒരു തിരമാലയ്ക്കും തകർക്കാൻ കഴിയത്തില്ല, കൊടുങ്കാറ്റിനും തകർക്കാൻ കഴിയത്തില്ല. മകളെ, ആസ് എ ഫാമിലി മാൻ ഫോർ ദ ലാസ്റ്റ് 39 years, my wife is also from Trivandrum. Amen. We are still living in Trivandrum. Makale, for the last 39 years, we have been married for the last 39 years. പ്രതിസന്ധികൾ നേരിൽ വന്നു. കുറേ തോമസാറിനൊക്കെ അറിയാം. മഹാ ആക്സിഡൻറ്റുകൾ വന്നു. സഭയ്ക്കകത്ത് പ്രശ്നമുണ്ടായി, പുറത്ത് പ്രശ്നമുണ്ടായി. പക്ഷേ ഇന്ന് സ്തോത്രം പറഞ്ഞ് നിൽക്കാൻ കാരണം, കൈവിട്ടവരുടെ എണ്ണം ഒരുപാടാണ്. ആമേൻ. തള്ളിയവരുടെ എണ്ണം ഒരുപാടാണ്. നീ തോക്കുമെന്ന് പറഞ്ഞവരുടെ എണ്ണം ഒരുപാടാണ്. പക്ഷേ ജയാളികളെക്കാൾ ജയാളിയായി ഇന്ന് പകൽ ഇവിടെ നിൽക്കാൻ ഒറ്റ കാരണമേ ഉള്ളൂ, ജീസസ് ഈസ് ദ ലോർഡ് ഓഫ് മൈ ലൈഫ്. മക്കളെ, ടുഡേ ഈസ് ദ മോസ്റ്റ് ജോയ്ഫുൾ ഡേ ഇൻ യുവർ ലൈഫ്, ഐ നോ ദാറ്റ്. പക്ഷേ എവറി ഡേ വിൽ നോട്ട് ബി ലൈക്ക് ദിസ്. ദർ വിൽ ബി ടെമ്പസ്റ്റ്, ദർ വിൽ ബി സ്റ്റോംസ്. ആമേൻ. പക്ഷേ ആമേൻ, ഇറ്റ്സ് ഓൺലി എ ടെമ്പററി സെറ്റ് ബാക്ക്. ഒരു ഭക്തനായ ദൈവദാസൻ പറഞ്ഞ വാക്ക് ഞാനങ്ങ് ഉദ്ധരിക്കാം. ആമേൻ. ഇഫ് ജീസസ് ഈസ് ഇൻവോൾവ്ഡ് ഇൻ യുവർ ജേർണി, സ്റ്റോംസ് ആർ ഓൺലി ടെമ്പററി ടുവേർഡ്സ് യുവർ ഡെസ്റ്റിനേഷൻ. യേശു കൂടെയുണ്ടെങ്കിൽ ആമേൻ, ദ സ്റ്റോംസ് വിൽ നോട്ട് ഓവർഫ്ലോ യു. Amen. But you will be the successor. You will be the successful, victorious person after the storm. You will reach the destination. യേശു കൂടെയുണ്ടെന്ന് ഉറപ്പുള്ളവർ ഒരു ഹല്ലേലൂയ കരമുയർത്തി പറഞ്ഞു. ഈ കരത്തിൻ്റെ ഒരു പ്രത്യേകത ഞാൻ പറയാം. ഈ കരത്തെ പിടിക്കാൻ ഈ ദിവസങ്ങളിലൊന്നിൽ മറ്റൊരു മണവാളൻ ഇറങ്ങി വരാൻ പോകുകയാണ്. അത് മറ്റാരുമല്ല, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാണ്. ഹല്ലേലൂയ. ഈ കരത്തെ പിടിക്കാൻ കർത്താവ് ഇറങ്ങി വരുമ്പോൾ, ആമേൻ, പെന്തിക്കോസുകാരെന്നല്ല ഞാൻ പറഞ്ഞത്, യേശുവിനെ കർത്താവായി സ്വീകരിച്ചവരെ, കൽപ്പനകളെ സ്വീകരിച്ചവരെ, ആമേൻ, കർത്താവ് കരം പിടിക്കാൻ ഇറങ്ങി വരുന്ന കല്യാണത്തിൻ്റെ ഒരു ഫോർഷാഡോ മാത്രമാണ് ഇന്നത്തെ കല്യാണം. ഞാൻ ഈ ശുശ്രൂഷയിൽ നിന്നുകൊണ്ട് ബൈബിൾ ഉയർത്തി പിടിച്ചുകൊണ്ട് പറയുന്നു, യേശു വരാറായി, കർത്താവ് വരാറായി. മക്കളെ, God bless you abundantly. ആമേൻ. നിങ്ങളെക്കുറിച്ച് ഞങ്ങൾക്കൊരു വലിയ പ്രതീക്ഷകളുണ്ട്. And God will give you, grant you the grace, extra anointing to complete the mission which God has given you. Amen. Be ready for that. Wait in the presence of the Lord, cry unto the Lord, and you will be a successful person. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. നാം ഒരുമിച്ച് ആമേൻ റിജോയോടും മനോജ് പാസ്റ്ററോടും ചേർന്ന് ഒരു പാട്ടിൻ്റെ അടികൾ പാടുകയാണ്. ആമേൻ. ഞാൻ വലിയ നിർബന്ധമൊന്നും പിടിക്കുന്നില്ല. ആമേൻ. ഇത് പള്ളിയൊന്നും അല്ലെന്ന് എനിക്കറിയാം, പക്ഷേ യേശു ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തലയിലൊക്കെ സാരി കൊണ്ടോ ആമേൻ ഷാള് കൊണ്ടോ ഒക്കെ തലയൊന്ന് മൂടി ആമേൻ ഒരു നല്ല ആനന്ദത്തോടു കൂടെ ആമേൻ മറ്റൊരു കല്യാണത്തിനും കാണാത്ത ഒരു ജോയുടെ അന്തരീക്ഷം ഇതിനകത്ത് കാണുക. സന്തോഷത്തിൻ്റെ അന്തരീക്ഷത്തിൽ നമുക്ക് ദൈവത്തെ ഒരുമിച്ച് മഹത്വപ്പെടുത്താം. ആമേൻ. പാടിൻ്റെ അടികൾ ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഒരു പ്രത്യാശയുടെ ഗാനങ്ങൾ, അവൻ വരുന്ന നാളിൽ ആ വരിയുടെ അടികൾ 1-2 അടികൾ ചേർന്ന് പാടി ശുശ്രൂഷയുടെ അടുത്ത ഭാഗത്തേക്ക് പ്രവേശിക്കും. അവൻ വരുന്ന നാളിൽ എന്റെ കരം പിടിച്ചു തന്റെ അവൻ വരുന്ന നാളിൽ എന്റെ കരം പിടിച്ചു തന്റെ ആ സമൂഹമതിൽ അന്ന്
പരസ്യമായി അറിയിക്കുന്നത് IPC സെൻട്രൽ ചർച്ച് ഉള്ളൂർ പാസ്റ്ററുടെയും പെരുമ്പട്ടി ചർച്ച് പാസ്റ്റർ റെജി ഫിലിപ്പിൻ്റെയും അവർ നൽകിയ രജിസ്റ്ററിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും ഞാൻ പരസ്യമായി അറിയിക്കുന്നത് ജെസൻ തോമസ് വർഗീസ്, സൺ ഓഫ് വർഗീസ് തോമസ് ആൻഡ് ജെസ്സി തോമസ് വർഗീസ്, കൊയ്രിയത്ത് പെരുമ്പട്ടി. റൈമ റോയ്, am I right? റൈമ റോയ്, ഡോട്ടർ ഓഫ് റോയി എബ്രഹാം ആൻഡ് റിനി റോയി എബ്രഹാം, പടിഞ്ഞാറ്റേതിൽ പട്ടം, ട്രിവാൻഡ്രം. ഇവർ തമ്മിലുള്ള വിശുദ്ധ വിവാഹം സംബന്ധിച്ച് ഇരു കുടുംബങ്ങളും കാലേ കൂട്ടി തീരുമാനിച്ച് ഉറപ്പിച്ചിട്ടുള്ളതാണ്. ഇന്ന് പകൽ ഈ വിശുദ്ധ വിവാഹം നടക്കുമെന്നുള്ളത് സഭകളിൽ പരസ്യമായി അറിയിച്ചിട്ടുള്ളതാണ്. ഈ വിശുദ്ധ വിവാഹം ഇന്ന് പകൽക്കാലം ഇവിടെ നടത്തുന്നതിന് തടസ്സമായി വിശുദ്ധ ബൈബിളിലെ വിവാഹ നിയമങ്ങളുടെ അടിസ്ഥാനത്തിലോ രാജ്യത്തിൻ്റെ വിവാഹ നിയമങ്ങളുടെ അടിസ്ഥാനത്തിലോ നമ്മുടെ സഭകളുടെ വിവാഹത്തിൻ്റെ നിയമങ്ങളുടെ അടിസ്ഥാനത്തിലോ യാതൊരു തടസ്സങ്ങളും പാസ്റ്റേഴ്സ് ഓഫീസിലോ ഞങ്ങളുടെ ഡിസ്ട്രിക്റ്റ് ഓഫീസുകളിലോ ലഭിച്ചിട്ടില്ലാത്തതിനാൽ ഇപ്പോൾ നിങ്ങളെല്ലാവരെയും സാക്ഷിയാക്കി അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധന്മാരായ ദൈവദാസന്മാരോട് ചേർന്ന് ഈ മക്കളുടെ വിവാഹ ഉടമ്പടിയുടെ കൈമാറ്റത്തിൻ്റെ സെലിബ്രേഷന് വേണ്ടി നാം ഒരുമിച്ച് പ്രാർത്ഥനയോടുകൂടെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ സമയത്ത് എല്ലാ കണ്ണുകളും ഒന്ന് അടച്ച് ഈ മക്കളെ കർത്താവ് ഒന്ന് അനുഗ്രഹിപ്പാനും ഈ ശുശ്രൂഷയിൽ അസാധാരണമായ ദൈവസാന്നിധ്യം ഉണ്ടാകുവാനും എല്ലാവരും കണ്ണുകൾ അടച്ച് നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൽ അനുഗ്രഹീതനായ കുമ്പനാട് സെൻറ്ററിൻ്റെ സീനിയർ മിനിസ്റ്റേഴ്സിലൊരാളായ പാസ്റ്റർ ടി.എ. ജോസഫ് തുടർന്നുള്ള ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായി പരസ്യമായി പ്രാർത്ഥിക്കുന്നതാണ്. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവമായ സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ നാമത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പിതാവേ, അവിടുത്തെ ഓമനപുത്രനെ കാൽവരി ക്രൂശിൽ തകർത്ത് ഞങ്ങളെ സ്നേഹിച്ച ദൈവസ്നേഹത്തിൻ്റെ ആഴം ഈ പകൽവേളയിൽ ഞങ്ങൾ ഓർത്ത് അങ്ങേക്ക് നന്ദി പറയുന്നു. പ്രിയ മക്കൾക്കായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നവരുടെ പൈതൽ പ്രായം മുതൽ ഇന്നു വരെ ദൈവത്തിൻ്റെ സംരക്ഷണ, ദൈവത്തിൻ്റെ കൃപ ദൈവം അവരുടെ മേൽ പകർന്നു. കർത്താവിൻ്റെ ബാലശിക്ഷയിൽ പത്യോപദേശത്തിൽ വളർത്തപ്പെടുവാൻ അവരുടെ മാതാപിതാക്കളാൽ ഇന്ന് പകൽവേളയിൽ ഈ വിശുദ്ധ വിവാഹത്തിന് വേണ്ടി ഈ ഓഡിറ്റോറിയത്തിലേക്ക് നയിക്കപ്പെടുവാൻ ദൈവം ഇടയാക്കിയല്ലോ. ശുശ്രൂഷകളിൽ ഇത്രത്തോളം സമയം അവിടുത്തെ സാന്നിധ്യം പകർന്നതിനാൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ വിലപ്പെട്ട അഭിഷക്തൻ പാസ്റ്റർ തോമസ് ഫിലിപ്പ് അവറുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ കാർമ്മിക ശുശ്രൂഷകൾ ചെയ്യുവാൻ തൻ്റെ ദാസൻ ഒരുക്കപ്പെടുമ്പോൾ ഇന്ന് വരെ ചെയ്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ആ ശുശ്രൂഷ ചെയ്യാനുള്ളൊരു അഭിഷേകം അങ്ങയുടെ അഭിഷക്തന്റെ മേൽ ദൈവം പകരേണ്ടതിന് ഞങ്ങൾ ഒരുമിച്ച് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഏദൻ പൂങ്കാവനത്തിൽ ഇറങ്ങി വന്ന് നിഷ്കന്മഷയുഗത്തിൽ ആദ്യ മാതാപിതാക്കളെ യോജിപ്പിച്ച ദൈവമേ, അങ്ങയുടെ അഭിഷക്തന്റെ കരങ്ങൾ കൊണ്ട് ഈ കുഞ്ഞുങ്ങളുടെ വലങ്കരങ്ങൾ തമ്മിൽ കൊടുപ്പിച്ച് ഉഭയസമ്മതങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവരുടെ മനസ്സ് ഒന്നാകാൻ, അവരുടെ ഹൃദയം ഒന്നാകാൻ ഇന്ന് പകൽവേളയിൽ ആത്മാവിൻ്റെ ഒരു വലിയ പകർച്ച ഈ ശുശ്രൂഷയിൽ ഉണ്ടാകുവാൻ അവരുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടാനിടയാകണമേ. ഈ ശുശ്രൂഷ കാണുന്നവർ ദൈവ സാന്നിധ്യം അനുഭവിക്കട്ടെ. ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ അഭിഷക്തനെ കർത്താവ് വിവാഹ കുടുംബത്തിൽ പ്രവേശിക്കുന്ന കുഞ്ഞുങ്ങളെ അവിടുത്തെ നാമത്തിൽ മുദ്രയിട്ട് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷയെ അനുഗ്രഹമാക്കി കർത്താവിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണം. യേശുക്രിസ്തുവിൻ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ, ആമേൻ. നമ്മൾ ഈ നിൽക്കുന്നത് പോലെ as we are standing face to face, you will have to stand before the throne of Christ and you are accountable. കർത്താവിൻ്റെ കൃപാസനത്തിന് മുമ്പിൽ, ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ ഇന്ന് ജെയ്സൺ ആൻഡ് റേമ, നിങ്ങൾ വളരെ ഹോളിയായ വിശുദ്ധമായ ഒരു പ്ലാറ്റ്ഫോമിലേക്കാണ് പ്രവേശിക്കുന്നത്. ഇറ്റ്സ് എ ഹോളി മാട്രിമോണി. ഈ വിശുദ്ധമായ പ്ലാറ്റ്ഫോമിലേക്ക് പ്രവേശിക്കുന്നതിന് നിങ്ങളുടെ ജീവിതത്തിൽ ഇൻ യുവർ പാസ്റ്റ് ഡേയ്സ് എന്തെങ്കിലും നിങ്ങളുടെ കയ്യിൽ വെച്ചിരിക്കുന്ന വചനത്തിന് വിരുദ്ധമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ടേക്ക് എ മോമെൻറ്റ്, ആമേൻ, ആൻഡ് ആസ്ക് ദ ലോർഡ് ടു ക്ലീൻ യു കംപ്ലീറ്റ്ലി. Ask the Lord to clean you, wash you with His blood, and ask the Holy Spirit to take you to another level. അതിനു വേണ്ടി ഒരു മിനിറ്റ് പ്ലീസ് ക്ലോസ് യുവർ ഐസ്.
You are going to commit each other. Amen. നിങ്ങൾ അന്യോന്യം ഏൽപ്പിച്ചു കൊടുക്കാൻ പോകുകയാണ്. ഇതൊരു വലിയ പ്രഷ്യസ് മൊമെൻ്റ് ആണ്. സോ കമ്മിറ്റ് യുവർ സെൽഫ് ആൻഡ് കമ്മിറ്റ്. Amen. Both of you commit unto God's hands. രണ്ടുപേരും ദൈവകരങ്ങളിലോട്ടൊന്ന് ഏൽപ്പിച്ചിട്ടുണ്ട്. Hallelujah. Jason Thomas Varghese, will you take Rayma Roy to be your wife, and will you promise her your love, your faithfulness, amen, your care, your faithfulness, all the walks of your life? Will you take and promise, amen, all your commitment to Rayma? You must answer me, amen, I will or I will not. Amen. I want to hear a loud I will. Amen. Rayma, will you have this man, Jason Thomas Varghese, to be your husband? And will you promise him your love and your faithfulness as long as both of you shall live? I want to hear a I will or I will not. I want to hear a loud amen answer. I will. People hear it. Amen. നീ മംഗളം ശോഭിക്കുവാൻ കരുണ ചെയ്യുക. കനിവുള്ള ദൈവമേ, കരുണ ചെയ്യുക. കനിവുള്ള ദൈവമേ, നിന്നടി കനാവിൽ മണി പന്തൽ പണ്ടലങ്കരിച്ചു. നിന്നടി കനാവിൽ മണി പന്തൽ പണ്ടലങ്കരിച്ചു. അന്നു രസവിരുന്നാക്കി എന്ന പോലും നേരം വന്നു. അന്നു രസവിരുന്നാക്കി എന്ന പോലും നേരം വന്നു. ഇനി മംഗളം ശോഭിക്കുവാൻ കരുണ ചെയ്ത കനിവുള്ള ദൈവമേ, കരുണ ചെയ്ത കനിവുള്ള ദൈവമേ. ആദിയിലേതൻ പൂങ്കാവനത്തിൽ ഇറങ്ങി വന്ന് ആദഹവുമാരെ സംയോജിപ്പിച്ച ത്രിയേക ദൈവത്തിൻ്റെ തൃക്കരങ്ങളാൽ, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ ആണിയേറ്റ കരങ്ങളാൽ, പരിശുദ്ധ റൂഹായുടെ മുദ്രയാൽ നിങ്ങൾ സംയോജിക്കപ്പെട്ട് ഒരു വിശുദ്ധ കുടുംബമായി തീരുമാറാകട്ടെ. ഒരു വിശുദ്ധ കുടുംബത്തെ കൂടെ കർത്താവ് ഈ ഭൂമിയിൽ സ്ഥാപിച്ചതിനാൽ ദൈവത്തിനൊരു സ്തുതി കൊടുക്കാൻ മടിയില്ലാത്തവര് ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് ശബ്ദമുയർത്തി ദൈവത്തിനൊന്ന് സ്തുതി കരേറ്റി കൊയറിനോട് ചേർന്ന് നമുക്ക് ദൈവത്തെ ആരാധിക്കാം. Showers of blessing, showers of blessing we need. Mercy drops round us are falling, but for the showers we bring. Showers of blessing, showers of blessing we need. Mercy drops round us are falling, but for the showers we bring. This is a very precious moment in your life. You are going to exchange your covenant. Amen. This is not a contract. The other word the word of God gives for marriage is covenant.
covenant means lifelong commitment. So when you are going to exchange your covenant, don't look to my eyes, look to the eyes of your partner. She should or he should hear. Amen. Don't look to me, look to the face of your partner right now. And when you exchange the vows, Rema should read your heart, understand your heart. Follow me please, Jason. I, Jason Thomas Varghese, Jason Thomas Varghese, take you, Rema Roy, to be my wedded wife, and I promise you before God and this church that I would be your loving and faithful husband in plenty and in want, in health and in sickness, in joy and in sorrow, as long as we both shall live in the name of the Father, of the Son, and of the Holy Spirit. Amen. Amen. Follow me, Rema. I, Rema Roy, take you, Jason Thomas Varghese, to be my wedded husband, and I promise you before God and this church that I would be your loving and faithful wife in plenty and in want, in health and in sickness, in joy and in sorrow, as long as we both shall live in the name of the Father, of the Son, and of the Holy Spirit. Amen. അത്യുന്നതനായ ദൈവവും അവിടുത്തെ തിരുസഭയും ഈ ഉടമ്പടിക്ക് സാക്ഷികളാകുന്നു. സാക്ഷി നിൽക്കും എൻ മനമേ, സപുരമേ ഉടമ്പടിക്ക് സാക്ഷി നിൽക്കും എൻ മനമേ, സുഖസ്ഥനേ നന്മകൾ ആശീർവാദം ഏകിടട്ടെ, സുഖസ്ഥനേ കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് നമ്മൾ കൊണ്ടുവന്ന പ്രസൻറ്റുകളൊന്നുമല്ല. കണ്ണടച്ച് ഒരു മിനിറ്റ് അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ? നമ്മളെല്ലാവരും കണ്ണുകൾ അടച്ച് ശബ്ദമുയർത്തി ഈ മക്കളെ ഒന്ന് അനുഗ്രഹിക്കാൻ ശബ്ദമുയർത്തി പ്രാർത്ഥിച്ചാട്ട്. May the Lord God turn his face upon this couple and bless them and keep them. May the Lord turn his face upon him and grant them his choicest favors. May the Lord God turn his face upon them and grant them shalom, the peace that passes the understanding. Amen. കർത്താവ് ഇവരെ അനുഗ്രഹിച്ചെന്ന് ഉറപ്പുള്ള ഒരു കരമുയർത്തിയ ഒരു ആമേൻ പറഞ്ഞാട്ട്. കർത്താവെ, ഒന്നു ചേർന്ന മക്കളെ ഞങ്ങൾ ദൈവദാസന്മാർ, ദൈവസഭ കർത്താവിൻ്റെ കരത്തിലോട്ട് കൈമാറുകയാണ്. കർത്താവിൻ്റെ കരം ഒരാളുടെ മേലുണ്ടെങ്കിൽ, ഒരു കുടുംബത്തിൻ്റെ മേലുണ്ടെങ്കിൽ, ആ കുടുംബത്തെ തകർക്കാൻ, കുടുംബത്തിനെതിരെ പോരാടുന്ന ഒരു പൈശാചിക ശക്തിക്കും കഴിയാത്തതിനാൽ ഞങ്ങൾ ഒരുമിച്ച് അവരെ തൃക്കരങ്ങൾ കൈമാറുന്നു. ഈ കുടുംബത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം മുഴുവൻ നിറവേറുവാൻ അവരുടെ മേൽ ചൊരിയേണ്ട അഭിഷേകവും ആശീർവാദവും സ്വർഗത്തിലെ ദൈവം കൈമാറുവാൻ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് അവരെ അനുഗ്രഹിക്കും.
അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. പരീശന്മാർ അവൻ്റെ അടുക്കൽ വന്ന് ഏത് കാരണം ചൊല്ലിയും ഭാര്യയെ ഉപേക്ഷിക്കുന്നത് വിഹിതമോ എന്ന് അവനെ പരീക്ഷിച്ച് ചോദിച്ചു. അതിനെ അവൻ, സൃഷ്ടിച്ചവൻ ആദിയിൽ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്നും അത് നിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും എന്ന് അരുളി ചെയ്തു എന്നും നിങ്ങൾ വായിച്ചിട്ടില്ലയോ? അതുകൊണ്ട് ഒരു മേലാൽ രണ്ടല്ല, ഒരു ദേഹമത്രേ. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത് എന്ന് ഉത്തരം പറഞ്ഞു. മക്കളെ, this is a command from our Lord. It's not optional, it is mandatory. That which the Lord has united. I see the tears in your eyes. Wherever I see tears in the altar of marriage, I have seen not temporal blessings, the permanent blessing God showers on the couple. So, makkale, that which the Lord has united, as you are joining your hands together throughout your days, throughout your life, always be united, be in one accord and in one mind. Then God's blessings will shower upon you and God will bless you, amen, in an abundant way. കർത്താവിൻ്റെ ഒത്തിരി അനുഗ്രഹം നിങ്ങളുടെ മേൽ കർത്താവ് പകരുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ കരം പിടിച്ചു നിൽക്കുന്ന മക്കളെ കർത്താവ് അനുഗ്രഹിച്ചതിനാലും കൂട്ടിച്ചേർത്തതിനാലും ഞാൻ പരസ്യമായി പ്രഖ്യാപിക്കുന്നു, ജസൻ തോമസ് വർഗീസ് എന്ന യുവാവും റൈമ റോയ് എന്ന യുവതിയും ദൈവസന്നിധിയിൽ വിശുദ്ധ ഉടമ്പടിയിലൂടെ ഒന്നായി തീർന്നിരിക്കുന്നതിനാൽ ഇപ്പോൾ മുതൽ അവർ ഭർത്താവും ഭാര്യയുമായി ഒരു കുടുംബമായി തീർന്നിരിക്കുന്നുവെന്ന് ഞാൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പരസ്യമായി പ്രഖ്യാപിച്ചു കൊള്ളുന്നു. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യർ വേർപിരിക്കരുത്. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യർ വേർപിരിക്കരുത്. So it is my privilege, it's my honor, amen, and it's my joy to present before you for the first time Mrs. and Mr. Jason Thomas Verghese and Raima Jason Thomas Verghese. Congratulations. God bless you. കഥാവിനൊരിക്കലൂടെ കരമുയർത്തിയ രാമേ പറഞ്ഞാട്ട് എല്ലാവർക്കും ഇരിക്കാം.